വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ 5 ലക്ഷം രൂപ അടിയന്തരമായി തന്നെ ഇന്ന് കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകും. പ്രദേശത്തെ കാട്ടാനയെ തുരത്താൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും സൗത്ത് വയനാട് DFO ആഷിഖ് അലി പറഞ്ഞു. വളരെ ദുഃഖകരമായ ഒരു അപകടമാണ്. വനംവകുപ്പ് 10 ലക്ഷം രൂപയാണ്. അതിൽ 5 ലക്ഷം രൂപ നമ്മൾ ഇന്ന് തന്നെ വിതരണം ചെയ്യും. പിന്നെ കുടുംബത്തിൽ ആർക്കാണ് താൽക്കാലിക ജോലി നമ്മൾ ഉടൻ തന്നെ കൊടുക്കുന്നതാണ്. കൂടുതൽ ധനസഹായം ലഭിക്കാനുള്ളത് നമ്മൾ സർക്കാരിലോട്ട് അറിയിക്കുന്നതാണ്. പിന്നെ ബഹുമാനപ്പെട്ട വനമന്ത്രിയും സിദ്ദിഖ് മിനിസ്റ്റർ ഇടപെട്ടിട്ടുണ്ട്. ഒരു ഉന്നതതല യോഗം ഈ 30-ാം തീയതി തന്നെ വയനാട്ടിൽ വെച്ച് ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. അവിടെ ഒരു ഫെൻസിങ്, ഒരു ഡീപ്പായിട്ടുള്ളൊരു കട്ടുള്ള സ്ഥലമാണ്. അവിടെ ഫെൻസിങ് സ്ഥാപിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല. വല്ലപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ സ്ഥിരം നമ്മളെ വാച്ചുണ്ട്. ആന ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ RRT ടീം എത്തിയിട്ട് അവിടെ അവരെ ആനയെ ഓടിച്ചു വിടാറുള്ളതാണ്. മൈക്കിൾ ജോലിക്കായി പോകുന്നതിനിടെ ഇന്ന് പുലർച്ചെ 6:30യോടെയായിരുന്നു ജെസ്സി ആന ആക്രമിച്ചത്. കാട്ടാന ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട്. മറ്റു വാഹനത്തിലുള്ളവർ പകർത്തിയ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വൈത്തിരി ആശുപത്രിയിലേക്ക് മാറ്റും. മേപ്പാടിയിൽ നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നുണ്ട്. മുണ്ടക്കൈ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയും ചെയ്യുന്നു. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. സ്വാഭാവികമാണ്. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോഴാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായത്. അവിടെ ഇപ്പോൾ ഫെൻസിംഗ് അത്രത്തോളം സാധ്യമല്ല എന്നുകൂടിയാണ് ഇപ്പോൾ DFO പറയുന്നത്. പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന്. എന്താണ് ഇപ്പോൾ നമുക്ക് നൽകാവുന്ന വിവരങ്ങൾ? ഇപ്പോൾ ആ കുടുംബത്തിന് അടിയന്തരമായി ഒരു 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. അതിൽ 5 ലക്ഷം ഉടൻ നൽകുമെന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുന്നു. സ്മൃതി, ഈ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി നാളുകളായി ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരാളുടെ ജീവനെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. വലിയ ദാരുണമായ സംഭവം. രാവിലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലിക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ച വനംവകുപ്പ് ഓഫീസിന് മുൻപിൽ വലിയ പ്രതിഷേധം പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപാണ് സൗത്ത് വയനാട് DFO ആഷിഖ് അലി മാധ്യമങ്ങളെ കണ്ടത്. ഈ ജെസ്സിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി ഇന്ന് കൈമാറും. കുടുംബത്തിലെ ഒരാൾക്ക് ആശ്രിത നിയമനം നൽകും. അതോടൊപ്പം പ്രദേശത്തെ കാട്ടാനയെ തുരത്തുവാനുള്ള അടിയന്തര നടപടി വനംവകുപ്പ് സ്വീകരിക്കുമെന്നും അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് DFO പ്രതികരിച്ചു. ആ മേഖല, അതായത് ഈ മുണ്ടക്കൈയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ സ്ഥലമെന്ന് പറയുന്ന വനാതിർത്തിയുടെ പ്രദേശത്ത് ഫെൻസിംഗ് നിർമ്മാണ പ്രവൃത്തി സാധ്യമാകില്ല എന്നുള്ള രീതിയിലാണ് അല്പം മുൻപ് DFO പ്രതികരിച്ചത്. അതായത് ഒരു ഭാഗത്ത് താഴ്ന്ന ചെങ്കുത്തായ പ്രദേശം ഉള്ള സ്ഥലമാണ്. ഈ റോഡിന്റെ മറുഭാഗത്ത് അല്പം ഉയരമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഫെൻസിംഗ് നിർമ്മാണം പ്രാവർത്തികമല്ല എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണമാണ് DFOയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നിരവധി നാളുകളായി ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ആ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ത്വരിതമായി തന്നെ ഉണ്ടാകണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിന് മുൻപിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ ജെസ്സിയുടെ മൃതദേഹം മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ അതിനുശേഷമായിരിക്കും അവിടെ ഉണ്ടാകുക. വൈകിട്ടോടു കൂടിയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുക. ഈ വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോഴും മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ നടക്കുന്നത്. ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനാക്രമണത്തിൽ 2 ആഴ്ചയ്ക്കകത്ത് മാർഗരേഖ തയ്യാറാക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കാട്ടാന ആക്രമണം സങ്കീർണമായ വിഷയമാണ്. എല്ലാവരുടെയും സഹകരണത്തോടെ പരിഹാരം കണ്ടെത്തുകയാണ് ലക്ഷ്യം. നാളെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായം കൂടെ കേട്ട ശേഷം നയരൂപീകരണം നടത്തുമെന്ന് ഷിബു ബേബി ജോൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും. അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ പ്രതീക്ഷ ഒരു 2 ആഴ്ചയ്ക്കകം ഒരു ക്ലിയർ ഫോർമുല
എങ്ങനെ. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയമല്ലല്ലോ ഇത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അങ്ങേയറ്റം പ്രയോറിറ്റിയോടുകൂടി നീങ്ങുന്നതാണ്. നാളെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ എല്ലാം ചർച്ച വെച്ചിട്ടുണ്ട്. കർഷക സംഘടനകളുടെയും നാട്ടുകാരുടെയും അവരുടെയും കൂടെ അഭിപ്രായം കേട്ടിട്ട് വേണം ഇതിനൊരു ഫൈനൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ.